പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് അത് ബി.ജെ.പിയിൽ ഏതെങ്കിലും ഒരു ഭാരവാഹിയായി ഇരുന്നു കൊണ്ടുള്ള പ്രവർത്തന പരിചയം മാത്രമല്ല. താഴെ തട്ട് മുതൽ കൃത്യമായി പ്രവർത്തിച്ചു വന്നയാളാണ് പ്രശാന്ത് ശിവൻ. എല്ലാ കാലവും ഈ 50-ന് മുകളിലുള്ള ആളുകൾ തന്നെ, അതായത് 54 വയസ്സുള്ള രാഹുൽ ഗാന്ധിയെ യുവ നേതാവെന്ന് വിളിക്കാം, യുവ നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരാം. എന്നാൽ ഇവിടെ 35-കാരനായ പ്രശാന്ത് ശിവൻ ഒരു ജില്ലാ അധ്യക്ഷൻ ആകുമ്പോൾ അത് വലിയ പ്രശ്നമാണ്, പ്രായം ഒരു മാനദണ്ഡമാണോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തെ ഒരു യുക്തിയില്ലായ്മയുണ്ട്. ഇവിടെ പട്ടികയിൽപ്പെടാത്ത നേതാവായതുകൊണ്ട് തിരുകി കയറ്റി എന്നുള്ള ആരോപണം അതുകൊണ്ട് നിലനിൽക്കില്ല. പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് സെന്ററിന്റെ, അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള പിക്കാണ്. അത് പ്രശാന്ത് ശിവന്റെ എക്സ്പീരിയൻസും, ഞാൻ പറഞ്ഞതുപോലെ ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസും, അയാളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസും, അയാൾ ഒരു ഒറേറ്റർ എന്ന നിലയിൽ എത്രത്തോളം ഇഫക്റ്റീവായിട്ടാണ് ചർച്ചകളിലായാലും പൊതുവേദികളിലെ പ്രസംഗങ്ങളിലായാലും അയാൾ പെർഫോം ചെയ്യുന്നത് എന്നതുകൂടി, പെർഫോമൻസ് കൂടി നോക്കിയാണ് ബി.ജെ.പിയിൽ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി പ്രായത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ സുഹൃത്തു കൂടിയായ ഒരു വനിതാ അധ്യക്ഷയുടെ കാര്യം കൂടി ഞാൻ പറയാം. എം.എൽ. അശ്വിനി. അവരുടെ പ്രായം ഞാൻ മനസ്സിലാക്കുന്നത് 37-38 വയസ്സേ അവർക്കുമായിട്ടുള്ളൂ. അപ്പോൾ ഈ 40-ന്റെ താഴെയുള്ള ആ പ്രായപരിധിയിൽ അശ്വിനിയും വരും. പ്രഫുൽകൃഷ്ണൻ സംസ്ഥാന അധ്യക്ഷനാണ് യുവമോർച്ചയുടെ. പ്രഫുൽകൃഷ്ണനെയും ആക്കിയിട്ടുണ്ട്. ഇവിടെ പ്രശാന്ത് ശിവന്റെ കാര്യത്തിൽ മാത്രം എൻ ശിവരാജന്റെ ഒപ്പം തന്നെ യാക്കര യോഗത്തിന്റെ പേര് പറഞ്ഞ് ചർച്ചയിലേക്ക് പോകുമ്പോൾ എം.എൽ. അശ്വിനി കാസർഗോഡ് വരുമ്പോൾ അതിൽ ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടാകുന്നില്ല. എം.എൽ. അശ്വിനിയേക്കാൾ എത്രയോ മുതിർന്ന നേതാക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പല ചോയ്സുകളും വന്നിട്ടുണ്ടാകും.